മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് രേണുസുതി. ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് രേണു വലിയ രീതിയിലുള്ള വിമർശനം നേരിട്ടിരുന്നു. എന്നാൽ വിമർശനങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് രേണുസുതി മുന്നോട്ട് തന്നെ പോവുകയാണ്. കൊല്ലം സുധിയുടെ മകൻ കിച്ചുവുമായുള്ള വിവാദങ്ങളും മറ്റുമെടുത്തിടെ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അച്ഛന്റെ മരണശേഷം രേണു ഉൾപ്പെടെയുള്ളവർ തന്നോടകലം പാലിച്ചുവെന്നും ഒറ്റപ്പെട്ടാണ് താൻ ആ കുടുംബത്തിൽ ജീവിച്ചത് എന്നൊക്കെയുള്ള കിച്ചുവിന്റെ തുറന്നുപറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒട്ടനവധി ആളുകൾ രേണുവിന്റെ തനിനിറം പുറത്തായെന്ന് പറഞ്ഞ് രേണുവിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാറുള്ള നടൻ ജോയ് മാത്യു ഉൾപ്പെടെയുള്ളവർ കിച്ചുവിന് പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഉരുളക്കുപ്പേരി കണക്കിന് മറുപടി പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് രേണുസുതി. രേണു പറയുന്നതിങ്ങനെ: കിച്ചുവെന്നല്ല എന്റെ 2 മക്കളും എന്നെ തള്ളി പറഞ്ഞാലും അവരെ അവരുടെ വഴിക്ക് വിടണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്നെ ആദ്യമായി അമ്മ എന്ന് വിളിച്ചത് എന്റെ പൊന്നുമോൻ കിച്ചുവാണ്. അതുകൊണ്ട് തന്നെ അവനോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല. സംശയിക്കേണ്ട, ഋതപ്പനേക്കാൾ വലുത് എനിക്ക് കിച്ചു തന്നെയാണ്. സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ് മാതാപിതാക്കളെ ആളുകൾ വൃദ്ധസദനത്തിലാക്കുന്നതും തള്ളിക്കളയുന്നതും. എന്റെ മക്കൾ അങ്ങനെ എന്നെ തള്ളിപ്പറഞ്ഞാൽ എനിക്കതൊരു പ്രശ്നമല്ല. ഇതൊക്കെ ഭാവിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും. 22 വയസ്സുള്ള യുവാവാണ് കിച്ചു. അവന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്നു കരുതി അമ്മ എന്ന രീതിയിൽ കിച്ചുവിനോടുള്ള സ്നേഹം ഒരിക്കലും ഇല്ലാതാവില്ല. ഞാൻ പെറ്റതല്ലെങ്കിലും ആദ്യമായി എന്നെ അമ്മയെന്ന് വിളിച്ചവനാണ് കിച്ചൂട്ടൻ. കിച്ചു ഒരുപക്ഷെ ആ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. സുധി ചേട്ടന്റെ കൊച്ച് എന്റെയും കൊച്ചു തന്നെയാണ്. കുഞ്ഞുനാളിൽ അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഞാനും അവന്റെ ഒപ്പം ചെല്ലുമായിരുന്നു. അവന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കാൻ. അവന്റെ കയ്യിൽ നിന്ന് ഒരിറ്റു ചോര പൊടിഞ്ഞു വീണാൽ എന്റെ നെഞ്ചാണ് പിടിയുന്നത്. ഞാൻ അത്രയധികം അവനെ സ്നേഹിച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ തമ്മിൽ ഇത്രയും അകന്നുവെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. മോനെ കിച്ചു, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ് മോനെ. നിനക്കെന്ത് ആവശ്യമുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും ആദ്യം എന്റെ അടുത്ത് വരിക. സുധിച്ചേട്ടന്റെ കാലത്ത് നമ്മൾ കഴിഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീയും ഋതപ്പനും എനിക്ക് രണ്ടല്ല. നിങ്ങൾ രണ്ടും എനിക്ക് എന്റെ 2 കണ്ണുകൾ പോലെയാണ്. ഏതാണ് വലുത് ഏതാണ് ചെറുത് അങ്ങനെ ഒരു സംസാരമില്ല. നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോഴേ വേർപിരിഞ്ഞുപോയ സുധിച്ചേട്ടൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കൂ. അദ്ദേഹത്തിന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന കാര്യമൊന്നും ചെയ്യാൻ നമ്മൾ തുനിയരുത്. ഭൂമിയിലോ അദ്ദേഹത്തിന് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. സ്വർഗത്തിലെങ്കിലും അദ്ദേഹത്തിനൽപ്പം ശാന്തി ലഭിക്കട്ടെ. ഏതായാലും അദ്ദേഹം മരിച്ചതിനു ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പേര് കേരളക്കരയിൽ നിന്ന് മായാത്തതിനെയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേര് എന്നിലൂടെ ആളുകൾ ഓർക്കാറുണ്ട്. രേണുസുതി കൂട്ടിച്ചേർത്തു.